നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകൾ ക്രൈംബ്രാഞ്ചിന്. കൃഷ്ണകുമാറിന്റെ പരാതിയിലെടുത്ത കേസും അദ്ദേഹത്തിനെതിരെ യുവതികളുടെ പരാതിയിലെടുത്ത കേസുമാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസുകൾ കൈമാറിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് നിലവിൽ കേസുകൾ അന്വേഷിച്ചു വരുന്നത്. ഇതാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ DGP ഉത്തരവിറക്കിയിരിക്കുന്നത്. മ്യൂസിയം പോലീസ് കേസ് അന്വേഷിക്കുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കേസുകൾ സെൻസേഷണലാണ്. മ്യൂസിയം സ്റ്റേഷൻ ക്രമസമാധാന ചുമതലയിൽ സജീവമായി നിൽക്കുന്ന സ്റ്റേഷനാണ്. ഈ തിരക്കുകൾക്കിടയിൽ കേസുകൾ കാര്യമായി അന്വേഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. അതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. കേസിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് കൃഷ്ണകുമാറിന് പുറമെ ജീവനക്കാരികളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരുന്നുവെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ കൂടി കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതിന് പിന്നിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. നേരത്തെ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ദിയ കൃഷ്ണയുടെ ആഭരണക്കടയിൽ നിന്ന് വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് QR കോഡ് വഴി 66 ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തി. ജീവനക്കാരായിരുന്ന വിനിത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക തട്ടിപ്പ് നടന്നതായുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. 66 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്ന് സ്റ്റേറ്റ്മെന്റിൽ കണ്ടെത്തിയെങ്കിലും ഇവർ ഈ പണം ചെലവാക്കിയത് എങ്ങനെയെന്ന് കണ്ടെത്താനായിട്ടില്ല. ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് കുറച്ചു പണം അക്കൗണ്ട് വഴി നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ വിവരങ്ങളായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫോൺ, CCTV ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയായിരുന്നു അന്വേഷണം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലും കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തി. വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി തിങ്കളാഴ്ച രാത്രി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു. ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശിച്ചുവെങ്കിലും എത്തിയില്ല. ഇന്നലെ മൊഴിയെടുക്കാൻ 2 തവണ പോലീസ് ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നുവെങ്കിലും വക്കീൽ ഓഫീസിൽ പോയി എന്നായിരുന്നു ബന്ധുക്കളുടെ മറുപടി. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ജീവനക്കാരുകളുടെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറഞ്ഞു. അവരൊരു ബലഹീന സാമ്പത്തികമായി വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവർ കുറെ പൈസ അടിച്ചു മാറ്റി. പക്ഷേ കൃഷ്ണകുമാറും മകളും പറഞ്ഞത് അത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ TV 24 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 3 പേരും അവരുമായിട്ട് സംസാരിച്ച് അവര് ഈ 69 ലക്ഷത്തിലെ 22.5 ലക്ഷം മതി എന്നങ്ങനെ തീരുമാനിച്ചു. നിങ്ങൾ 22 ലക്ഷം മതി, അതിന് 8 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാവെന്നും പറഞ്ഞത്. അങ്ങനെ ഒരു സെറ്റിൽമെന്റ്, അപ്പൊ അങ്ങനെ ഒരു മനസ്ഥിതി അങ്ങേർക്ക് ഉണ്ടായല്ലോ. സാമ്പത്തികം വന്നപ്പം അവർക്ക് അതിൽ നിന്ന് ആ പണം ഉപയോഗിച്ചിട്ട് അവർ വീട് നന്നാക്കും, മറ്റു ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് പറ്റിയിട്ടുണ്ട്. അതൊക്കെ പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും അവിടുന്ന് പൈസ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ടും പുള്ളി 22 ലക്ഷം സെറ്റിൽ ചെയ്യാൻ റെഡിയായ മനുഷ്യനാണ്. ആ മകളും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേക്കുള്ളൂ. പക്ഷെ പലരും പറയുന്നത് ഇത് കേസുമായി മുന്നോട്ട് പോകാതെ ഈ കൃഷ്ണകുമാറും കുടുംബവും ഈ സ്റ്റാഫുകളെ വിളിച്ചു വരുത്തി മൊത്തത്തിൽ എല്ലാവരും കൂടി ഇട്ട് അവരെ ചോദ്യം ചെയ്യുന്നു, ഒരു തടഞ്ഞു വെക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. അതൊക്കെ തെറ്റാണ്. അത് എന്തുകൊണ്ട് പോലീസിൽ നേരത്തെ തന്നെ പരാതി കൊടുത്തില്ല, ഇങ്ങനെ പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്നൊക്കെ പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലാണ് പെരുമാറുകയുള്ളൂ. ഇപ്പോൾ ദിയയുടെ ഓഡിയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ചീത്ത വിളിക്കുന്നത് മറ്റും. അപ്പൊ അത് തെറ്റായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല, അല്ലെ? അതൊക്കെ വേറെ. കാരണം ഒരു സ്ഥാപനത്തില് അവിടുത്തെ സ്റ്റാഫ് പൈസ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ നിൽക്കും. അയാളുടെ സ്റ്റാഫാണ്, പൈസ എടുക്കും, പൈസ മോട്ടിച്ചു. അവർ തമ്മിൽ സംസാരിക്കുന്നത് അങ്ങനെയല്ലേ തീർക്കുന്ന പ്രശ്നങ്ങൾ. ഈ രാജ്യത്ത് അങ്ങനെയല്ലേ തീർക്കുന്നത്. അതിനുശേഷം നടക്കാതെ വരുമ്പോഴല്ലേ പോലീസിൽ പോകുന്നത്. അതിനൊക്കെ മുമ്പായിട്ട് അതിന്റെ കൃഷ്ണകുമാറും മകളും ഇടപെട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ചില ആൾക്കാർക്ക് അവർക്ക് വേണ്ടി വരികയും ചെയ്തു. അതിനെന്താ കുഴപ്പം? അവർ വരണോട്ടെ. അവർക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചോളൂ. പക്ഷെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അഭ്യാസം കളിച്ചിട്ട് വീണ്ടും അവർ മുതലാളിക്കോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു കേസ് എടുക്കാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. ഈ കാണിച്ച ഒഫൻസ് എങ്ങനെയാണ് അവർ കാണിച്ചത്? QR കോഡിനകത്ത് അവര് ചില മാറ്റങ്ങൾ വരുത്തി. അപ്പൊ അതൊരു ഒഫൻസ് ആയില്ലേ? അതിനല്ല, ഒരു സ്ഥാപനത്തിൽ നിന്ന് പൈസ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് വളരെ 7 വർഷം വരെ മുതൽ 10 വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്നതാണ്. അത് 408 ആണ് IPC-യിലെ 316 BNS പ്രകാരം ശിക്ഷാർഹമാണ്. കാരണം അതിന് സാക്ഷി വേണ്ട, ഇവരുടെ പൈസ ഇവരുടെ അക്കൗണ്ടിൽ പോയിരിക്കുന്നു. അപ്പൊ അത് QR കോഡിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനകത്ത് തന്നെയാണ് പൈസ അടയ്ക്കാൻ പറയുന്നത്. അത് അവരുടെ മൊബൈൽ
ഫോണിനകത്ത് കിടപ്പുണ്ട്. അത് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കാമല്ലോ. അപ്പൊ അത് QR കോഡിനകത്ത് മാറ്റി ആരാണ് ആ ടെക്നോളജി പറഞ്ഞു കൊടുത്തവർക്ക്, ആരാണ് ഇതിന്റെ പിന്നിൽ. അപ്പൊ അവരുടെ ഡിസോണസ്റ്റ് ഇന്റൻഷൻ കൊണ്ടല്ലേ ഇതുപോലൊരു കൗണ്ടർ കേസ് ഉണ്ടാക്കിയത്. അതൊന്നും നിലനിൽക്കത്തില്ല. ഇതിനകത്ത് ഇപ്പം ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വന്നു കഴിഞ്ഞു. വന്നെന്ന് പറഞ്ഞാൽ സാക്ഷിയൊന്നും വേണ്ട. ഇവിടെ ഈ കൗണ്ടറിൽ ഇവരുടെ മുതലാളി കിട്ടുന്ന പൈസ വേറൊരു വഴിക്കൂടെ ഇവരുടെ അക്കൗണ്ടിൽ പോയിരിക്കുന്നു. അതിനെന്ത് സമാനം പറയാനുണ്ടോ? ഈ ഇവർക്ക് വേണ്ടി സഹായിക്കുന്ന ആളോ വക്കീലോ അതൊന്ന് മാറ്റം വരുത്താൻ പറ്റുമോ? അത് കൃത്യമായ എവിഡൻസ് ആയില്ലേ? പിന്നെ QR കോഡിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ഓഫൻസ് കൂടെ ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് വന്നു. അത് 477A ഇന്ത്യൻ പീനൽ കോഡ്, അത് 344, 7 വർഷ ശിക്ഷയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. 2 ഒഫൻസ് ക്ലിയർ ആണ്. അപ്പൊ അതിലേക്ക് കുട്ടികളെ കൊണ്ട് ചാടിച്ച അങ്ങനെയുണ്ട് അയാളെ കൊണ്ട് പ്രതിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ പിന്നിൽ കളിച്ച ആളെ കൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും പ്രതിയാക്കണം.